പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് പോകാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ നിയോഗം, പ്രാർത്ഥന ആവശ്യം മൗനമായി പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയോ കഴിഞ്ഞ് പ്രത്യക്ഷ പ്രാർത്ഥന കഴിഞ്ഞ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പോകാം. നിങ്ങൾ മനസ്സിൽ വിശ്വാസ പ്രമാണം ചെല്ലുകയോ സ്തുതിക്കുകയോ ചെയ്തുകൊണ്ട് ഭക്തിയോടെയാണ് പ്രാർത്ഥന പങ്കെടുക്കേണ്ടത്. കാരണം നിങ്ങളുടെ ഇന്നത്തെ ജീവിതമാണ് ഇന്നത്തെ പ്രാർത്ഥന. ഇന്ന് നിങ്ങൾ പോകുന്നിടത്തേക്ക് ഈ പ്രാർത്ഥന കടന്നു വരും. നിങ്ങൾ സന്ധിക്കുന്ന വ്യക്തികളിലെ ഈ പ്രാർത്ഥന കടന്നു വരും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഈ പ്രാർത്ഥന കടന്നു വരും. അഥവാ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളെ ആവശ്യിക്കാം. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ഇന്ന് ഡിസംബർ 26-ാം തീയതി ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മക്കള് ഇന്ന് പ്രഭാതത്തിൽ അങ്ങയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇന്നത്തെ ജീവിതം ആരംഭിക്കേണ്ടത്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ചെയ്യാനിരിക്കുന്ന ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒത്തിരി പേരോട് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് സന്ധി ചെയ്തിട്ടുണ്ട്, ആലോചന ചെയ്തിട്ടുണ്ട്, പ്ലാനും പദ്ധതിയും വെച്ചിട്ടുണ്ട്. അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി എല്ലാം അങ്ങയുടെ മക്കൾ
ഫോണിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും സഞ്ചരിച്ചെത്തിയും അങ്ങയുടെ മക്കൾ ആ ഉദ്യമങ്ങൾ തുടരാൻ പോകുന്ന വലിയ മഹാദിനമാണ് ഈ ദിവസം. കർത്താവ്, ക്രിസ്മസ് കഴിഞ്ഞ് ലീവുകളെല്ലാം കഴിഞ്ഞ് വീടുകളിലേക്ക് തൻ്റെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന മക്കളുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട്, പോകാൻ ഒരുങ്ങുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ചുറ്റവട്ടങ്ങളും സ്വരൂപിക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവ്, ജോലി ഉണ്ടായ പൈസ മുഴുവൻ തീർന്ന് പുതിയ ഒരു കാലത്ത് പുതിയ ബാധ്യതകളുമായി കുറേ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്. കർത്താവ്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസ് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളോട് ബാധ്യതപ്പെട്ടിരുന്നവർ നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് തന്നെ സമ്മർദ്ദമായി മാറുന്നുണ്ട്. അതെല്ലാം ഓർത്തുകൊണ്ട് അവരെല്ലാം സന്ധിക്കണമേ, സമാശ്വാസപ്പെടുത്തണമേ എന്ന് കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ, ഞങ്ങൾ പട്ടാങ്ങയായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ആവശ്യിക്കണമേ. അമ്മ, കാനായിലെ കല്യാണ കുടുംബത്തിലേക്ക് അമ്മ കടന്നു ചെന്നതുപോലെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണം. ഞങ്ങളുടെ ഇന്നത്തെ യാത്രകൾ, ഇന്നത്തെ ഇടപാടുകളും ഇന്നത്തെ സംസാരങ്ങൾ, ഇന്നത്തെ ചർച്ചകൾ, ഇന്നത്തെ തീരുമാനങ്ങൾ, അതുപോലെ ഇന്നത്തെ ജോലിപ്പാട്ടിലുള്ള മറ്റ് വിഷമതകൾ, ജോലി നഷ്ടപ്പെടുന്ന ഭീഷണികൾ, ചെയ്യേണ്ട ജോലിക്ക് വേണ്ട രീതിയിലുള്ള വരുമാനം കിട്ടാതെ കുടുംബത്തിൻ്റെ കാര്യം നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത ഭാരങ്ങൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നത് സമയത്ത് ചെയ്ത് കൊടുക്കുന്നതിന് സാധിക്കാതെ നിസ്സഹായത അനുഭവിക്കുന്ന മക്കൾ, ഒരു സഹായമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം നീ സഹായിക്കണം. അമ്മേ, നീ നിത്യസഹായമാണെന്നാണ് ഞങ്ങളുടെ അനുഭവങ്ങൾ, ജനകോടികളുടെ അനുഭവങ്ങൾ അതാണ്. അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ, പ്രത്യേക വിഷമത്തിലിരിക്കുന്നവരെ ഞങ്ങൾ സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഡിസംബർ 26-ാം തീയതിയായി ഇന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ ഇറങ്ങിപ്പുറപ്പെടുന്ന വ്യക്തികൾ, ഓരോ കാര്യങ്ങൾ ഇനി വീട്ടിലിരുന്ന് കർത്താവ് ഹോം സ്റ്റേ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് ഈശോയെ. അവരുടെ അസൈൻമെൻറ്റുകളുണ്ട് ഈശോയെ. അതുപോലെ രാത്രിയും പകലും ഉറക്കമില്ലാതെ ചെയ്യുന്ന കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്നു കൊണ്ട് ബുദ്ധിയും കാഴ്ചയും മന്ദിച്ച് പോകുന്നവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർക്കെല്ലാം അങ്ങ് പ്രത്യേക സന്ധിപ്പ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കന്നുകാലികൾ തൊട്ട് കർത്താവ് ചെറിയ വ്യാപാര സംരംഭങ്ങൾ വരെ, ചെറുകിട ജീവിത മാർഗങ്ങൾ ജീവിക്കുന്നവരെ, അതിൻ്റെ വരുമാന മാർഗം നഷ്ടപ്പെട്ടവരോ, വരുമാന മാർഗം മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടവരോ, അത് തിരിച്ചു കിട്ടാൻ വഹിക്കാതിരിക്കുന്നവരോ, പറമ്പ് സംബന്ധമായ, ജീവിത സംബന്ധമായ, ജോലി സംബന്ധമായ, ഭവന നിർമ്മാണ സംബന്ധമായ, വാഹന സംബന്ധമായ മുഴുവൻ വിഷയങ്ങളെ പരിശുദ്ധ ദൈവമാതനേൽപ്പിക്കുന്നു. മക്കളെക്കുറിച്ച് അലട്ടപ്പെടുന്ന മാതാപിതാക്കന്മാരുടെ എല്ലാ മാനസികാവസ്ഥകളെയും ഈ ദിവസം പ്രഭാതത്തിൽ തന്നെ പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥ യേശുവിൻ്റെ നാമത്തെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, രോഗികളുണ്ട് കർത്താവെ, ഭാരപ്പെടുന്നവരുണ്ട് ഈശോയെ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ട് ഈശോയെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സമാധാനം ഇല്ലാത്തവരുണ്ട് ഈശോയെ. അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകളെ അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവെ, അവർ നോട്ട് ബൈ മെത്തേഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ കഴിവിൻ്റെ പരിധി നിലനിൽക്കാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ സ്പേസായിട്ട് ജീവിതത്തിൽ വരുന്ന വരപ്രസാദത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കർത്താവെ സൗജന്യ ദാനമായി യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രതി, യേശുക്രിസ്തു മുൾക്കിടങ്ങളെ പ്രതി, യേശുക്രിസ്തു തിരുലാല മുറിവിനെ പ്രതി, യേശുക്രിസ്തുവിനെ കുറിച്ച് മരണത്തെ പ്രതി ഉള്ള യോഗ്യതയാൽ കർത്താവെ ഈ പ്രാർത്ഥനയുടെ മധ്യസ്ഥത്തിൽ അങ്ങയുടെ മക്കൾക്ക് സംലഭ്യമാക്കിക്കൊണ്ട് അവർ സന്ധിക്കണമേ, അവരുടെ വിശ്വാസം നിലനിർത്തണമേ, വിശ്വാസത്തിന് സാക്ഷികളാക്കണമേ, പരിശുദ്ധാത്മാവിനെ ആത്മശക്തിയിൽ അഭിഷേകം ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരായ നീക്കുവാമീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വായിക്കുന്ന സുവിശേഷമെന്ന് പറയണത്, അല്ലെങ്കിൽ ദൈവവചന ഭാഗമെന്ന് പറയണത് പുറപ്പാടിൻ്റെ പുസ്തകം 25:9. അത് സ്കെച്ച് ആൻഡ് പ്ലാനിനെ കുറിച്ച് പറയണതാണ്. ഞാൻ കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത്. അതായത് ഇതിനോട് ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്. സ്കെച്ച് ആൻഡ് പ്ലാനല്ലേ. ഇപ്പം കൂടാരത്തിൻ്റെ പിൽക്കാലത്ത് ദേവാലയമായി മാറിയ വാഗ്ദാന പേടകത്തിൻ്റെ സാന്നിധ്യമുള്ള പ്രഥമ കൂടാരത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ ആ പ്രഥമ കൂടാരത്തിൻ്റെ നൂലിൻ്റെ നിറം പോലും നീലയാകണമെന്ന് കർത്താവിൻ്റെ ഒരു ആഗ്രഹമുണ്ട്.
അപ്പോൾ നമ്മുടെ മൈന്യൂട്ട് തിങ്സ് പോലും ദൈവത്തിൻ്റെ ഹിതപ്രകാരമാകണം എന്നുള്ളത് അതിൻ്റെ ഗ്രേസിൻ്റെ ബേസ്മെൻറ്റാണ്. കൃപയുടെ ബേസ്മെൻ്റ് എന്ന് പറയും. കൃപയുടെ അടിസ്ഥാനമുണ്ട്. അനുഗ്രഹത്തിന് നമുക്ക് തോന്നിയ പോലെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ 10% ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള വിഷയങ്ങൾക്കാണ് കൃപയെന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. അപ്പം ദൈവത്തിൻ്റെ മുഴുവൻ അക്കൗണ്ടിലും വെൽത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്കെച്ചും ദൈവത്തിൻ്റെ പ്ലാനുമുണ്ട്. അത് നിൻ്റെ ജോലിയാകാം, അത് നിൻ്റെ വീടാകാം, നിൻ്റെ വിവാഹ ജീവിതമാകാം. നീ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നിൻ്റെ തിരുമനസ് സ്കെച്ചും പ്ലാനും അനുസരിച്ച് കൊണ്ട് എന്നെ നയിക്കണമെന്നാണ്. ഞാൻ വാടിപ്പെട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്നാണ് നമുക്ക് ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുന്ന പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വന്നത് എൻ്റെ മനസ്സിൽ. അപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി കുറിച്ചിട്ടത് എന്താണ്, അമ്മയുടെ ദശവത്സര കാലമായിരുന്നു അത്. 14-ാമത്തെ, അതായത് അന്ന് 10 കൊല്ലം തികയാണ് ആ പ്രാർത്ഥന വരുന്നത്. ആ പ്രാർത്ഥന എന്താ അമ്മ പറഞ്ഞത്? അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി എന്നാണ്. അല്ല, എൻ്റെ ബുദ്ധിക്കോ കമ്മിറ്റി കൂടി ചർച്ച ചെയ്തിട്ട് ഉണ്ടാക്കണതല്ല. കമ്മിറ്റി കൂടി ചർച്ച ചെയ്താലും ബുദ്ധി മനുഷ്യൻ്റെ ബുദ്ധിയാണ്, മനുഷ്യൻ്റെ അറിവാണ്. ഭാവിയെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും അറിയാൻ പറ്റാത്ത മനുഷ്യൻ കമ്മിറ്റി കൂടിയിട്ട് എന്ത് കാര്യം? അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ, നമുക്ക് വർത്തമാനമല്ലേ അറിയാൻ പാടുള്ളൂ, ഭാവിയെക്കുറിച്ച് അത്ര കണ്ട് പിടിയില്ല. എത്ര കണ്ട് എക്സ്പെർട്ടാണെന്ന് പറഞ്ഞാലും ഭാവിയെക്കുറിച്ച് പിടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദൈവമാണ് നമ്മുടെ ഭാവിയിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തീരുമാനങ്ങളിലെല്ലാം ദൈവത്തിനൊരു പങ്കാളിത്തമുണ്ട്. നീ PSC എഴുതണോ അതോ നീ IELTS എഴുതണോ എന്നുള്ളത് ഏതായാലും ഒരു തീരുമാനം കർത്താവിനുണ്ടാകും. നീ ആരെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യത്തെ പോലും കർത്താവിന് ഒരു തീരുമാനം ഉണ്ടാകും. നീ എവിടെ വീട് വെക്കണം, എത്ര മുറി ഉണ്ടാകണം, ആ വീടിനെക്കുറിച്ചൊക്കെ എല്ലാം കർത്താവിന് തീരുമാനം ഉണ്ടാകണം. എന്നുവെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെയല്ല അർത്ഥം. ഇപ്പം ഞാനൊരിക്കലും ഒരു സ്വപ്നം കണ്ട് എൻ്റെ ഡയറിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കൃപാസനം എന്നും പറഞ്ഞൊരു വലിയ പണ്ടത്തെ ഒരു സിനിമാ കൊട്ടക പോലൊരു വലിയ സ്ഥാപനം, അതിൻ്റെ മോളിൽ കുരിശില്ല, മറിച്ച് ഗോഡെന്ന് മാത്രം ഇതിൽ സ്റ്റീലിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വപ്നമാണ്. ആ ഒരു സ്വപ്നത്തിന് ശേഷമാണ് നമ്മൾ കൃപാസനത്തിൻ്റെ മുകളിൽ കുരിശ് വെക്കാഞ്ഞത്. ഇപ്പം നമുക്ക് നോക്കിയെങ്കിൽ ഭൂമുഖത്ത് വന്നു കഴിഞ്ഞാൽ കുരിശില്ല. കുരിശ് കാണുമ്പോൾ തന്നെ അത് ഏതോ ഒരു സമുദായത്തിൻ്റെ ഒരു ശുശ്രൂഷ കേന്ദ്രമായിട്ട് തോന്നും. കർത്താവിൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ആലയം ജനതകൾക്കുള്ള പ്രാർത്ഥനാലയമാണ്. അപ്പോൾ അതിപ്പോൾ ഞാൻ കുരിശ് വെക്കാഞ്ഞതിൻ്റെ കാരണം ഈ ഗോഡെന്ന് ഞാൻ തന്നെയാണ് അതിൻ്റെ ഓലകളാണ് എഴുതി. ഓലകൾ ഇങ്ങനെ ഒന്ന് കെട്ടായി വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ എൻ്റെ പൂമുഖത്ത് നിൽക്കുന്നത്. അനാലകൃതമാണ് ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ വളരെ സിമ്പിളാണ്, വളരെ പണം കുറവേ ചിലവാക്കുന്നുള്ളൂ. അതിന് വലിയ മണിമാളികളൊന്നുമില്ല. അതൊരു ബസിലിക്ക സ്റ്റൈലോ ദേവാലയത്തിൻ്റെ മുഖപ്പോടുകൂടി മണിമാളിക സ്റ്റൈലൊന്നും അല്ല, മറിച്ച് വളരെ സിമ്പിളാണ്. ആർക്ക് വന്നാലും വേറെ ഒരു റിസർവേഷനൊന്നും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്ന ഇടമായിട്ടാണ് കർത്താവ് കൃപാസനം കൂടാരത്തെ ഡിസൈൻ ചെയ്തത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഇതുപോലെ എൻ്റെ ദൈവവേദനെ നിൻ്റെ ഓരോ വിഷയത്തിനും നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആ ദൈവത്തോട് നീ ചോദിക്കുന്നതാണ് എപ്പോഴും നീ ചെയ്യണത്. അങ്ങനെയല്ല, എല്ലാ വിഷയത്തിനും ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമുണ്ട്. അതിനെന്നാണ് നമ്മൾ സമർപ്പിതം എന്ന് പറയണത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പോലും നിൻ്റെ തിരുമനസ്സെന്ന് പറഞ്ഞ് പ്രത്യേകം അതിന് അടിവരയിട്ടൊരു ലൈനുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ തിരുമനസ്സുണ്ട്. അപ്പോൾ നിൻ്റെ ഇഷ്ടമല്ലാതെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകും. നിൻ്റെ ഇഷ്ടത്തിൽ പെടാത്ത ചില ഭർത്താവിൻ്റെ സ്വഭാവമായിരിക്കാം, ചിലപ്പോൾ ഭാര്യയുടെ സ്വഭാവമായിരിക്കാം, നിൻ്റെ കുഞ്ഞുങ്ങൾ നിന്നോട് പ്രതീക്ഷ പോലെ പെരുമാറാത്ത അവസ്ഥയായിരിക്കാം. ഇങ്ങനെ നിൻ്റെ ഇഷ്ടമല്ലാത്ത വന്നിട്ടുള്ള സംഭവങ്ങളില്ലേ, അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് നീ ബ്രാൻഡ് ചെയ്യണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടം. കാര്യം നിൻ്റെ ഇഷ്ടമല്ല നിനക്ക് മനസ്സിലായല്ലോ, അപ്പോൾ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ എന്താ, അത് ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ ഞാൻ പട്ടക്കല്യാണത്തിൻ്റെ വാർഷികത്തിൽ സംസാരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു അപ്പോയിൻമെൻറ്റിനോട് ആമീൻ പറയണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന ഓരോ അപ്പോയിൻമെൻറ്റ്, ഇപ്പോൾ എനിക്ക് കുറച്ച് ഡിസീസുണ്ട്, അതൊരു അപ്പോയിൻമെൻറ്റാണ് നൈസ പറയണത്. ഇപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? ആമീൻ പറയണം. എന്താണ്? അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നാം മഹത്വപ്പെടും. അങ്ങനെയാണ് ദൈവരാജ്യം സംജാതമാകണം നമ്മളിലെ. പെസലിയ തെവുത്തോൻ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഹിന്ദിയിൽ അവിടെ
ഗ്രീക്കിൽ എഴുതി വെക്കുമ്പോൾ ദൈവരാജ്യം നമ്മൾ തന്നെയാണ്. നമുക്കിഷ്ടപ്പെടാത്തത് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് നടക്കുന്ന കാര്യങ്ങളോട് നമ്മൾ ആമേൻ പറയുമ്പോൾ ദൈവരാജ്യം നമ്മൾ തന്നെയാകും. അപ്പോൾ ദൈവരാജ്യം നമ്മൾ തന്നെയാക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മർദ്ദമായിട്ട് സകലങ്ങളെ വിഭജിക്കാൻ കഴിഞ്ഞാലേ ജീവിതം നമുക്ക് നിസ്സാരമാണ്. അങ്ങനെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം ജീവിതത്തെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സമീപിക്കുന്നതാണ്. ഇങ്ങനെ ഒരു നല്ലൊരു കാലം നിനക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.